ഒരു കമൻറ്റ് വന്നതാണ് ശിവൻ്റെ ജട കൂട്ടാണ് എൻ്റെ മുടിയെന്ന്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഡൗൺ ആയിപ്പോയി. അപ്പിരി ഇങ്ങനെ കുറേ പേര് ഇത്ര ഭാഗത്ത് സ്ട്രൈറ്റ് ചെയ്യും, ബാക്കി ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞിരിക്കും. എൻ്റെ മുടി ഞാൻ മുറിച്ചു വരുന്നതനുസരിച്ച് റൂട്ട് ടച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ഭയങ്കര ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇത് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുടി നിങ്ങൾ കൊണ്ടുപോയി നശിപ്പിക്കാവുള്ളൂ. അപ്പം കയ്യിൽ അങ്ങ് കറണ്ട് അടിക്കുമായിരുന്നു. കയ്യിൽ കറണ്ട്. കേളി ഹെയർ ഉള്ളവരുടെ ഒട്ടുമിക്ക പേരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും എൻ്റെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കണം. അതായിരിക്കും. ഹലോ, ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹെയർ കേളി ആയിട്ടിരിക്കുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ? അങ്ങനെ ആഗ്രഹിക്കാത്ത ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേളി ഹെയർ ഉള്ളവരുടെ ഒട്ടുമിക്ക പേരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും എൻ്റെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കണം. അതായിരിക്കും. എൻ്റെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു സമയം തൊട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട്, എൻ്റെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. എനിക്കത് മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചുരുണ്ട മുടിയുള്ള പിള്ളേരെ കാണുമ്പം അന്നത്തെ സമയത്തെ പ്രായമായവർക്കും പ്രായമല്ലാത്തവർക്കും കൊച്ചു പിള്ളേർക്കും നമ്മുടെ പ്രായക്കാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഉള്ള ഒരു കളിയാക്കലാണ് നൂഡിൽസ്, കാപ്പിരി. ഇങ്ങനെ കുറേ പേരുകളുണ്ട്. സായിബാബ അന്നൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുള്ള പേരാണ് കേട്ടോ. സായിബാബ, കാപ്പിരി, നൂഡിൽസ്, ഇങ്ങനെ ഇഷ്ടം പോലെ പേരുകൾ നമ്മളെ അങ്ങ് വിളിക്കാൻ തുടങ്ങും. അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കുമെന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യേ എന്നെ കൊള്ളത്തില്ല അതുകൂട്ട് വിളിക്കുന്നതാണ് കടന്തൽ കൂട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് അവർ ഞാൻ എന്നും മുടി 2 സൈഡും എടുത്തിട്ട് പിന്നും അങ്ങനെ തന്നെ. എന്തെങ്കിലും ഇപ്പോൾ ഒരു പോണിറ്റെയിലൊക്കെ കെട്ടുകയെന്ന് വെച്ചാൽ ആറ്റ് നോറ്റൊരു പോണിറ്റെയിൽ കിട്ടുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ പുറകിൽ ഇങ്ങനെ ബൂം എന്നും പറഞ്ഞങ്ങ് നിൽക്കാൻ തുടങ്ങും. ആ ഒരു സമയം തൊട്ടേ ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ 2 സ്റ്റീൽ പാത്രം ഇങ്ങനെ എടുത്തിട്ട് മണ്ണെണ്ണ വിളക്കിൽ ഇങ്ങനെ കത്തിച്ച് അതിങ്ങനെ തുണി കൊണ്ട് പിടിച്ചിങ്ങനെ കാണിച്ചിട്ട് ഈ മുടി ഇങ്ങനെ വെച്ചിങ്ങോട്ട് വലിക്കും. അപ്പോൾ ഈ മുടി ഇങ്ങനെ അങ്ങോട്ട് നീണ്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് എൻ്റെ മുടിയെല്ലാം ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ പിടിച്ചിട്ടുണ്ട്. അത് കുറേ നാൾ ഓടി കേട്ടോ. അപ്പോൾ അമ്മുമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മുമ്മയാണെങ്കിൽ ഭയങ്കര വഴക്ക് പറയും. വഴക്ക് മാത്രമല്ല ചീത്ത വിളിക്കും അമ്മുമ്മ. അപ്പം അമ്മ കാണാതായി പിന്നത്തെ പരിപാടി. അങ്ങനെ അത് കുറേ നാളിങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോഴാണ് പുതിയൊരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചത്. തേപ്പുപെട്ടി നല്ലതായിട്ട് ചൂടാക്കിയിട്ടുണ്ടല്ലോ, ഈ മുടിയെടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ തേച്ചെടുക്കും. അപ്പം നല്ല മറ്റേ സ്റ്റീൽ പാത്രത്തിനെക്കാട്ടിലും അടിപൊളിയായിട്ട് മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അപ്പം ഞാനത് കുറേ നാൾ സ്ഥിരമായിട്ട് ഓടിച്ചു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ മുടി സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് ഭയങ്കര എന്നും പറയാൻ തുടങ്ങി. എനിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, സ്ട്രെയിറ്റ് ചെയ്ത്. അന്നേരം അന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചാ ഈ പ്രായത്തിൽ മുടി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലയ്ക്ക് കേടാ. അപ്പം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചുരുണ്ട മുടിയാണേ. അപ്പം എനിക്കിത് വന്നത് സ്വാഭാവികമാണല്ലോ. അപ്പം എനിക്കതൊന്നും പറ്റത്തില്ല. അന്നേരം അമ്മയുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അമ്മ കല്ല് കെട്ടി തൂക്കുമായിരുന്നു മുടിയിൽ, ഫുൾ ടൈം ഇങ്ങനെ കെട്ടിയാൽ മതി. എൻ്റെ അമ്മ ആകെപ്പാട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും മുടി ചീകിക്കൊണ്ടിരിക്കുക. നനഞ്ഞ മുടിയാണെങ്കിലും ചീകണം, ഉണങ്ങിയ മുടിയാണെങ്കിലും ചീകണം, ഇഷ്ടം പോലെ എണ്ണ വെക്കുക. ഇത് 3ആണ് അമ്മയുടെ എക്കാലത്തെയും ഹെയർ കെയർ ടിപ്സ് എന്ന് പറയുന്നത്. എന്നെ അത് ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ എണ്ണ വെക്കുന്നത് കൂട്ട് കളിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ മുടിയുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എണ്ണ വെക്കുവാണെങ്കിൽ ഇങ്ങനെ എണ്ണ ഒഴുകിയത് കൂട്ട് കിടക്കും മുടിയിൽ. എണ്ണ വെച്ചില്ലെങ്കിൽ ഇങ്ങനെ ബും എന്നും പറഞ്ഞ് നിൽക്കും, കടങ്കിൽ കൂട് കൂട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 10ാം ക്ലാസ് തൊട്ട് ഞാൻ വീട്ടിൽ അങ്ങ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യണം, സ്ട്രെയിറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ അന്നും ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ ആ സമയത്താണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്കൊരു സ്ട്രൈറ്റ്നർ മേടിച്ചു. അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രൈറ്റ്നർ വിത്ത് കളറാണല്ലോ. അപ്പം സ്ട്രെയിറ്റ് ചെയ്യുന്നു, അതിൻ്റെ അവിടെ തന്നെ ഒരു പോർഷനുണ്ട്, അതിനകത്തോട്ട് കയറ്റി കേൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ കയ്യിൽ അങ്ങ് കറണ്ട് അടിക്കുന്നു. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. തുണി പിടിച്ചൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ചെയ്ത് കുറച്ച് നാളായപ്പോഴത്തേനും അതങ്ങ് ഒടിഞ്ഞുപോയി. അത് ഒടിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര പ്രശ്നം. എനിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ചുവണ്ണം ഗൾഫിൽ നിന്ന് വന്നപ്പം എനിക്കൊരു ഹെയർ സ്ട്രൈറ്റ്നർ കൊണ്ടുവന്നു. അത് നല്ല അടിപൊളി സ്ട്രൈറ്റ്നർ ആയിരുന്നു കേട്ടോ. അത് ഞാൻ ഈ കഴിഞ്ഞ മാസം വരെ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അത്രയ്ക്ക് നല്ല സ്ട്രൈറ്റ്നർ. ഞാൻ സ്ഥിരമായിട്ട് മുടി അങ്ങ് സ്ട്രെയിറ്റ് ചെയ്ത് എവിടെ പോയാലും മുടി സ്ട്രെയിറ്റ് ചെയ്യും. സ്ട്രെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോമഡിയാണ്. ഇവിടെ നിന്ന് ഇത്ര ഭാഗത്ത് സ്ട്രെയിറ്റ് ചെയ്യും, ബാക്കി ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞിരിക്കും. ഇവിടെ ഇത്രയും കാണുമ്പോൾ നമുക്ക് ആകെപ്പാട് കാണുന്നത് ഇത്ര ഭാഗമല്ലേ, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാം സ്ട്രെയിറ്റ് ആണ്. അങ്ങനെ +1 കയറി. +1 ഈ മുടിയൊക്കെ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത്. +1 ഞാൻ അനുഭവിച്ച പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ മുടി പിന്നണ്ട, 2 സൈഡും മുടി പിന്നണ്ട, നമുക്ക് ഇഷ്ടമുള്ളത് കൂട്ട് കെട്ടാം. എനിക്കിഷ്ടമുള്ളത് കൂട്ട് കെട്ടാൻ പറ്റില്ല, എനിക്ക് മുടി പിന്നണം. പിന്നിക്കൊണ്ട് ചെന്നാൽ പിള്ളേർ കളിയാക്കും. കാരണം
ഹെയർ പിന്നിട്ടുകൊണ്ട് നടക്കുന്ന പ്രായമൊക്കെ സമയമൊക്കെ കഴിഞ്ഞ്. അപ്പം ഒരു സൈഡിലോട്ട് പിടിച്ച് പിന്നാന്ന് വെച്ചാൽ അത്രയും മുടിയില്ല, 2 സൈഡിലോട്ട് പിന്നിട്ടല്ല കൊച്ചു പിള്ളേർ ചെല്ലുന്നത് കൂട്ടാന്ന് പറഞ്ഞ് കളിയാക്കൽ സഹിക്കും. അങ്ങനെ ഞാൻ ആ മുടി ഒന്നെങ്കിൽ ഒരു സൈഡ് പിന്നിട്ടുകൊണ്ട് പോകും, 2 സൈഡ് പിന്നോട്ട്. ആ ഒരു വർഷം ഞാൻ പെടാപ്പാട് വിട്ടുപോയി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് +2 ആയപ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ കുറേ നാൾ വീട്ടിലിരുന്നല്ലോ. വീട്ടിലിരുന്ന് ഞാൻ മുടി ശ്രദ്ധിക്കാത്തൊരാളാണ്. എനിക്കിഷ്ടമല്ലായിരുന്നു എൻ്റെ മുടി. കാരണം ഇങ്ങനെ ഈരിയിട്ട് ചെടക്കൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ കേട്ടോ. ഡിഗ്രിക്ക് കയറുന്ന ആ ഒരു സ്റ്റേജ് ആയപ്പോൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാം എന്ന് വീട്ടിൽ സമ്മതിച്ച് അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ കരുനാഗപ്പള്ളിയിൽ ജാജീസിൽ പോയിട്ട് എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പോയി. സ്ട്രെയിറ്റ് അല്ല ഞാനൊന്ന് ചെയ്തത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണ്. രാവിലെ പോയൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് എൻ്റെ മുടി ചെയ്ത് കഴിഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാവേ. അത് കഴിഞ്ഞിട്ട് വന്ന് ഒരു 1-2 മാസം, ഒരു 2-3 മാസം പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ മുടി നല്ല മാനേജബിളായിട്ട് ഇങ്ങനെ സിൽക്കി ഹെയർ കൂട്ടി ഇങ്ങനെ കിടക്കുകയാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുമ്പോൾ തുമ്പ് മാത്രം ചുരുണ്ടിട്ട് നമ്മളുടെ സിനിമയിലൊക്കെ കാണുന്നത് കൂട്ടത്തെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയായിരുന്നു എൻ്റെ മുടി വരുന്നത്. ഞാൻ ഭയങ്കര കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് എന്ന് പറയാമായിരുന്നു. അത്രയ്ക്ക് നല്ലതായിരുന്നു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ പ്രശ്നം മനസ്സിലാവുന്നത്. ഇവിടുന്ന് മുടി ചുരുണ്ടിട്ടും ബാക്കി നീണ്ടിട്ടും താഴെ ചുരുണ്ടിട്ടും അങ്ങനെ കിടക്കുമായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം. അത് ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ പിന്നെ പോണിറ്റെയിൽ കെട്ടാൻ തുടങ്ങി. എന്തായാലും മുടി നീണ്ട് കിടക്കുന്നുണ്ടല്ലോ പറയുന്നത്, എനിക്കത് മതിയായിരുന്നു. അങ്ങനെ ഒരു വർഷം ഞാൻ ആ മുടി അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര പ്രശ്നമായി തുടങ്ങി. കാരണം ഇവിടം വരെയൊക്കെ ചുരുണ്ട് കിടക്കുന്നു, ബാക്കി നീണ്ട് കിടക്കുന്നു, അങ്ങനത്തെ ഒരിതായി. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പിന്നെയും മുടി സ്മൂത്ത് ചെയ്യാൻ പോയെന്ന് വെച്ചാൽ ഒരു 1-1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ പിന്നെ ചെയ്യുന്നത്. അപ്പോഴത്തേന് എനിക്ക് ഇവിടം വരെ മുടിയായേ. ഹെയർ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടം വരെ മുടിയായി. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ പോയി സ്മൂത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ നീണ്ട് കിടന്ന മുടി ഫുൾ അങ്ങ് വെട്ടി, എന്നിട്ട് ആ വളർന്നു വന്ന മുടി പിന്നെ സ്മൂത്ത് ചെയ്തിട്ട് അപ്പം പിന്നെ ഇവിടം വരെ ആയി. അപ്പം പെർഫെക്റ്റ് കേട്ടോ. അതും ഞാൻ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. അത് ഞാൻ രണ്ടാമത് എന്തിനു പോയി ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആദ്യം എനിക്കൊരു പണി കിട്ടിയതാണ്. രണ്ടാമത് ചെയ്തപ്പോൾ ആദ്യത്തെ എഫക്റ്റ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ചെയ്തപ്പോൾ നമുക്കൊരു 1-2 മാസം മുടി നല്ല അടിപൊളിയായിട്ടായിരുന്നു കിടന്നത്. രണ്ടാമത് ചെയ്തപ്പോഴത്തേന് ഒരാഴ്ച മുടി അടിപൊളിയായിട്ട് കിടന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മുടി പിന്നെയും അടിയിൽ നിന്നൊക്കെ ചുരുണ്ടിട്ട് ഉള്ളതായിട്ട് തോന്നി. ഭയങ്കര എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തതോട്ട് തോന്നി എൻ്റെ മുടി. മെയിൻ കാര്യം പറയേണ്ടത്, അവർ പറഞ്ഞ് യാതൊരു കെയറും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഞാനൊരു ഷ്വാസ്കോഫിൻ്റെ ഒരു ഷാമ്പുവും ഒരു മാസ്കും മേടിച്ചെന്നുള്ളത് ശരിയാണ്, അത് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അതല്ലാതെ ഒരു സ്പായോ അങ്ങനെ ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്തിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളിത് ചെയ്യുന്ന മുടിക്ക് കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇത് ചെയ്യാത്ത സ്ഥിതിക്ക് എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. എൻ്റെ തന്നെ കുഴപ്പമാണ്. ഞാൻ ഒരു തരത്തിലുള്ള കെയറും കൊടുക്കാതെ എൻ്റെ മുടി മൊത്തം ഞാൻ തന്നെ നശിപ്പിച്ചു. പിന്നെ ഒരു 1-2 വർഷം ഞാൻ എൻ്റെ മുടി ഇവിടം വരെ ചുരുട്ടിയിട്ട് ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് കുറേ ഫോട്ടോസ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാനതൊക്കെ കൊടുത്തേക്കാം. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണം ആ ഒരു സ്റ്റേജൊക്കെ എത്തിയപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാലേ, ഞാൻ പിന്നെ മുടി ചുരുട്ടാൻ തുടങ്ങി. ഇവിടം വരെ ചുരുണ്ടും ബാക്കി നീണ്ടുമാണല്ലോ നടക്കുന്നത്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ചുരുട്ടും. അങ്ങനെ ചുരുട്ടിയിട്ട് നടക്കാൻ തുടങ്ങി കുറേ നാൾ. അങ്ങനെ ഒരു 5-6 മാസത്തോളം നടന്നേ. 5-6 മാസത്തോളം നടന്നിട്ട് അപ്പം ഈ താഴെ ചുരുട്ടുമ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടം വരെ ചുരുണ്ട് കിടക്കുന്ന മുടി താഴെ ചുരുട്ടുമല്ലോ. ചുരുട്ടി വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇവിടെ മാത്രം ഇങ്ങനെ കോല് പോലെ കിടക്കും, ബാക്കി ഇത്രയും ചുരുണ്ട് കിടക്കും. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കിടക്കുന്നതിനെക്കാട്ടിലും വൃത്തികേടായിരുന്നു അത്. അന്ന് എനിക്കത് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം വന്നു കേട്ടോ. കല്യാണം വന്നപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ എൻ്റെ മുടി ഇങ്ങനെ താഴേന്ന് കുറച്ച് വെട്ടിക്കൊടുക്കാൻ തുടങ്ങി കേട്ടോ. വെട്ടിക്കൊടുക്കാൻ തുടങ്ങി നല്ല ലെങ്തിൽ കിടന്ന മുടി ഇവിടുന്ന് വെട്ട് ഇങ്ങനെ വെട്ടി ഇവിടം വരെ ചുരുണ്ട മുടിയായി, ഇത്രയും പിന്നെ നീണ്ട മുടിയായി. അപ്പം ഇങ്ങനെ ഭയങ്കര വൃത്തികേടാണ്, എനിക്കത് അറിയാം. പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ തലേന്നല്ല മെഹന്തിയുടെ ആ സമയത്ത് പോയപ്പോഴും എന്നോട് കുറേ പേര്, എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ, ഫ്രണ്ട്സ് തന്നെ ചോദിക്കുന്നുണ്ട്, കേൾക്കാതെയും പറയുന്നുണ്ട് എന്താണ് ഈ മുടി ഇങ്ങനെ. അപ്പം നമ്മൾ അങ്ങനെ ഡൗൺ ആവുമല്ലോ. അങ്ങനെ കല്യാണത്തിൻ്റെ തലേന്ന് വന്നപ്പം ഞാനിങ്ങനെ മുടി ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ട് പോയപ്പോൾ ഒരു കമൻറ്റ് വന്നതാണ്, ശിവൻ്റെ ജട കൂട്ടാണ് എൻ്റെ മുടിയെന്ന്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഡൗൺ ആയിപ്പോയി.
എന്നിട്ട് ഞാൻ പിറ്റേന്ന് കല്യാണത്തിന് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പിടിച്ചിട്ട് ബൺ കെട്ടി, സാരിയുടെ കൂടെ ബൺ കെട്ടിയിട്ട് മുല്ലപ്പ് വെച്ചു കേട്ടോ. കാരണം ഈ മുടി അഴിച്ചിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പോവാതിരിക്കുന്നതായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് രാത്രിയിൽ വന്നിട്ട് ചെയ്തത്, അന്ന് രാത്രിയിലാണ് കേട്ടോ ഞാൻ വന്നിട്ട് ചെയ്യുന്നത്. എൻ്റെ മുടി ഞാൻ മുറിച്ചു, ആ നീണ്ടു കിടക്കുന്നത് കംപ്ലീറ്റ് മുറിച്ച് ഇവിടം വരെ ആക്കി മുടി. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മുടി കെയർ ചെയ്യാൻ തുടങ്ങി. അമ്മ ദിവസം എനിക്ക് എണ്ണ വെച്ച് തരാൻ തുടങ്ങി. പിന്നെ ഞാൻ എണ്ണ മാത്രമാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്, അല്ലാതെ വലിയ കെയർ ഒന്നും കൊടുത്തിട്ടില്ല. ഹീറ്റ് മുടിയിൽ യൂസ് ചെയ്യുന്നത് നിർത്തി. അപ്പം തന്നെ എൻ്റെ മുടിക്ക് ഭയങ്കര ഒരു ചേഞ്ച് വന്നു കേട്ടോ. പിന്നെ ഇപ്പം ഇത് ഞാനൊരു ഇത്രയും മുടി ഞാനൊരു 6-7 മാസം കൊണ്ട് വളർത്തിയാണ് കേട്ടോ. ഇവിടം വരെ മുടി ഉണ്ടായിരുന്നു എനിക്ക്. അതിൽ നിന്ന് ഇത്രയും ഞാനൊരു 6-7 മാസം കൊണ്ട് വളർത്തിയ മുടിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനു പോയി സ്ട്രെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ സംശയം. എനിക്ക് സ്ട്രെയിറ്റ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, ആദ്യം ഇതിൻ്റെ നല്ല വശം പറയാം, എന്നിട്ട് ചീത്ത വശം പറയാം. നല്ല വശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മാനേജബിൾ ആണ് മുടി കേട്ടോ. നമ്മൾ എങ്ങനെ ഹെയർ സ്റ്റൈൽ, ഏത് ഹെയർ സ്റ്റൈൽ വിചാരിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ചിടക്കൊന്നും ആവത്തില്ല. നമുക്കിങ്ങനെ ചുരുണ്ട മുടി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചാൽ തന്നെ ഇപ്പം തന്നെ കാണും ചിടക്ക്. അപ്പം മറ്റേ മുടിക്ക് അങ്ങനെ അധികം ചിടക്കൊന്നും ആവത്തില്ല. നമുക്ക് ചുമ്മാ എവിടോട്ടെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനെ വാരി പിടിച്ചുകൊണ്ട് പോകാം. എനിക്ക് അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ ആ മുടിക്ക്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ ആ മുടി ഉണ്ടായിരുന്ന സമയത്ത്. ഇനി അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് പറയാം. നെഗറ്റീവ് സൈഡ്സ് എന്ന് പറയുമ്പം അവർ പറയുന്ന സെയിം കെയർ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഫുള്ള് ഡാമേജ് ആയിപ്പോകും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വരുന്നതനുസരിച്ച് റൂട്ട് ടച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ഭയങ്കര ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇത് ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുടി നിങ്ങൾ കൊണ്ടുപോയി നശിപ്പിക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചുരുണ്ട മുടി അന്നത്തെ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ CG മെത്തേഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാനധികം കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അത് ചെയ്യത്തില്ലായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എനിക്ക് നല്ല മുടിയും കണ്ടേനെ. അപ്പം ഉള്ള മുടി നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുൻപ് ഒരുപാട് തവണ ആലോചിക്കുക. അതാണ് ഏറ്റവും വലിയൊരു കാരണം. നമുക്ക് എന്തെങ്കിലും ഒരു വഴിയിൽ ആ മുടിയെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പോയി ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ തന്നെ ഇങ്ങനെ കെയർ ചെയ്ത് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് മാത്രം ഇരിക്കാൻ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള മൈൻഡ്, പിന്നെ ഈ വളർന്നു നിൽക്കുന്ന മുടി നമുക്കൊരു കോൺഫിഡൻസ് നമ്മുടെ കളയത്തില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ ഈ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ, നാനോ പ്ലാസ്റ്റ അങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഒരു കുറേ തവണ ആലോചിക്കുക. ഞാൻ മാത്രമല്ല, എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇത് ചെയ്തവരുണ്ട്. അവരാരും ഇനി ചെയ്യത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. അപ്പം നിങ്ങൾ എന്തായാലും നന്നായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുക. എൻ്റെ അനുഭവം ഇതൊക്കെയാണ്. ഞാൻ എൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ കൊടുക്കാം. ഇനി എന്നോട് ചോദിച്ചാൽ ഞാൻ ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുമോ അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് അത് ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറയത്തില്ല, അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് മാനേജബിൾ ആണ് ഹെയർ. പക്ഷേ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മളത് ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്. കാരണം നല്ല കെയർ നമ്മുടെ നോർമൽ മുടിക്ക് കൊടുക്കുന്ന കെയർ അല്ല അതിന് കൊടുക്കേണ്ടത്. ഒരുപാട് കെയർ കൊടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പോവുക. അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് തോന്നുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.